ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആയുസിൽ ഗീബത്ത് പറയുന്ന ആളെ 10 ശിക്ഷ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഒന്നാമതായിട്ട് യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരത്താകും. അള്ളാന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ആ റഹ്മത്തിൽ നിന്ന് ദൂരത്തായാൽ പിന്നെന്തിന് നന്നു. രണ്ടാമതായി പറയുന്നു യഖ്തഉൽ മലായികതു അൻഹു സുഹ്ബാ, മലക്കുകൾ സഹവാസം നിർത്തിക്കളയും. മലക്കുകൾ സഹവാസം മാറ്റും, അവര് പിന്നെ ടച്ച് ഉണ്ടാകൂല. മൂന്നാമതായി പറയുന്നു യകൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ, മരിക്കുന്ന നേരത്ത് അവന്റെ ആത്മാവ് വേർപിരിയുന്നത് വളരെ പ്രയാസമുള്ള രൂപത്തിലായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുമ്പോ ആത്മാവ് പിരിയുന്നൊക്കെ ഒരു പ്രയാസമുള്ള സങ്കടമുള്ള രൂപത്തിലാണെങ്കിൽ കാണുന്നവര് തന്നെ പറയും, വലിയ ഇടങ്ങേറായിട്ടാട്ടോ മരിച്ചത്, ഇത്ര വലിയ തെറ്റാ ചെയ്ത്. ഗീബത്തല്ലേ, അതിന്റെ ശിക്ഷല്ലേ പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മൾ അല്ലാഹു നന്നാക്കി തരട്ടെ. നാലാമതായി പറഞ്ഞു യസീറു ഖരീബൻ ഇലന്നാർ, അവൻ നരകത്തിലേക്ക് അടുത്തടുത്തവനാകും. അഞ്ചാമതായി പറഞ്ഞു യസീറു ബഈദൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ അകലെയാകും, ദൂരത്താകും. ആറാമതായി പറഞ്ഞു യസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ, ഖബർ ശിക്ഷ അവന് ഗൗരവമാകും, കഠിനമാകും ഖബർ ശിക്ഷ. ഏഴാമതായി പറഞ്ഞു യഹ്ബിതു അമലുഹു, അവന്റെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. എട്ടാമതായി പറഞ്ഞു യതഅദ്ദാ മിൻഹു റൂഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി തങ്ങളുടെ റൂഹ് ഈ മനുഷ്യനെ കൊണ്ട് ശല്യമായി ഇടങ്ങേറായിട്ട് അവനെ സ്വീകരിക്കാതെ മാറ്റിവിടും. ഒരു മൂമിനായ മനുഷ്യന്റെ റൂഹ് നേരെ പോയാൽ ഇല്ലിയീനിലുള്ള മുഴുവൻ മഹത്തുക്കളും ആ റൂഹിനെ വരവേൽക്കും. അമ്പിയാക്കളുടെ ആത്മാക്കൾ പോലും മൂമിനീങ്ങളുടെ ആത്മാക്കളെ വരവേൽക്കാൻ വരുന്നുണ്ട്, സ്വീകരിക്കാൻ വരുന്നുണ്ട്. അതേ സമയത്ത് ഇങ്ങനെ ജീവിച്ച മനുഷ്യനാണെങ്കിൽ മുത്തുനബി തങ്ങളെ റൂഹ് അവനെ അകറ്റിമാറ്റും, തള്ളിമാറ്റും, ശല്യമായി കാണും. ഒമ്പതാമതായി പറഞ്ഞു യസ്ഖത്തുല്ലാഹു അലൈഹി, അല്ലാഹു അവനോട് കോപിക്കും. പത്താമതായി പറഞ്ഞു യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാന്റെ അടുക്കൽ വെച്ചവൻ മുഫ്ലിസായി മാറും, തൊലഞ്ഞവനായി മാറും. ദുനിയാവിൽ